ഹായ് കേക്കച്ചേട്ടനാണേ. നമുക്ക് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ആവണി എന്ന് പറഞ്ഞ കുട്ടി ബാംഗ്ലൂർ ഷോപ്പ് ഓപ്പൺ ആവുകയാണ്, അടുത്ത മാസം ഓപ്പൺ ആവും. അപ്പോൾ ആവണി എന്നോട് പറഞ്ഞു, ചേട്ടാ 11.5 പവൻ്റെ സെറ്റ് വേണം, അഡ്വാൻസ് ബുക്ക് ചെയ്യാനാണ്, 5% ക്യാഷ് അടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ആവണി. അപ്പോൾ 11 പവനാണ് പറഞ്ഞത്, ഇപ്പോൾ 11.5 പവനുണ്ട് കേട്ടാ. സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഗ്യാസ് വെച്ചിട്ടുള്ളൊരു സെറ്റാണ് വേണ്ടത്, ലെയർ വേണമെന്ന് പറഞ്ഞു ലാസ്റ്റ്. അപ്പോൾ അവിടത്തേക്ക് സെറ്റപ്പ് ഇങ്ങനെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നഗാസിൻ്റെ മാന 3 പവന്, ഇത് 1.25 പവന്, ഇത് വന്നിട്ട് 2.25 പവന്, ലാസ്റ്റ് ലെയർ വന്നിട്ട് 4.5 പവന്. എങ്ങനെയുണ്ട് സെറ്റ്? അപ്പോൾ ബാംഗ്ലൂർ പുതിയ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ബാംഗ്ലൂർ ഓപ്പൺ ആവും. നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞപ്പോൾ 1-ാം തീയതി ഇത് അല്ലേ? ഈ മാസം ഓപ്പൺ ആവും അല്ലേ? ഡിസംബറല്ലേ ഇത്? അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ സെറ്റ്. 11.5 പവനിൽ ആവണി പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആവണി ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെങ്കിൽ ഇത് തന്നെ തരാം, പ്രശ്നമല്ല. ഇപ്പോൾ ട്രിവാൻഡ്രം ഷോപ്പിൽ നിന്നാണ് എടുക്കുന്ന. ബാംഗ്ലൂർ ഷോപ്പ് വരുന്ന കേസ് എല്ലാവരെയും അറിയിച്ചോളൂ. എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. വരുമ്പോൾ അറിയിക്കണം, ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും അല്ലേ? എല്ലാ കസ്റ്റമറെയും നമുക്ക് കാണാം, ഓപ്പണിംഗ് ഡേറ്റ് അറിയിക്കാം. അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ ഉണ്ടാവണം. അതുപോലെ എറണാകുളം, തൃശ്ശൂർ, എടപ്പാൾ, കാലിക്കറ്റ് എല്ലായിടത്തും നമുക്ക് ഷോപ്പുണ്ട്. എല്ലാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ തന്നെ എടുക്കാം. ബാംഗ്ലൂരിലുള്ളവരോട് പറയുന്നു, നിങ്ങൾ കൊടുക്കുന്ന മേക്കിംഗ് ചാർജിൻ്റെ പകുതി പോലും ആവത്തില്ല നമുക്ക് റീഗൽ അവിടെ വരുമ്പോൾ അല്ലേ? വരുന്ന മേക്കിംഗ് ചാർജുകൾ, ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ ബാംഗ്ലൂരിൽ അവിടുത്തെ ഒരു മേക്കിംഗ് ചാർജ് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ബാംഗ്ലൂർ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വരിക, ഞാനുണ്ടാവും ബാംഗ്ലൂർ അല്ലേ? ഒരുപാട് വെറൈറ്റി കളക്ഷൻസും. ലൈറ്റ് വെയിറ്റ് വേണമെന്ന് പറഞ്ഞു, കേരളയിൽ ലൈറ്റ് വെയിറ്റ് വേണമെന്ന് പറഞ്ഞു, കുവൈറ്റിൽ ലൈറ്റ് വെയിറ്റ് വേണമെന്ന് പറഞ്ഞു, നഗാസിൽ ലൈറ്റ് വെയിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിൻ്റെയും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസായിട്ട് നമ്മളെത്തും. ചെറിയ തൊണ്ടവേന കുറച്ച് ദിവസമായി. ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവർക്കും ജലദോഷം വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ കണ്ടോട്ടിരിക്കുന്ന ചേച്ചിക്ക് ജലദോഷം ഇല്ലേ? അല്ലേ? ഉണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. സെറ്റ് കൊള്ളാമെങ്കിൽ നല്ല അഭിപ്രായം പറഞ്ഞത്. ഇതൊന്നിച്ചിട്ട് ഇപ്പോൾ 11.5 പവനിൽ 4 മാല വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള, എനിക്ക് നിറഞ്ഞു കിടക്കും. മറ്റ് വലിയ ശരീരമുള്ള ആളല്ലേ? ഇല്ല, എന്നെ പലരും അടുത്ത് കാണുമ്പോൾ പറയാം, കൊച്ചി ചെറുക്കനായിരുന്നാന്ന് ചോദിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 11.5 പവൻ്റെ സെറ്റ്. അപ്പോൾ റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് നമ്മൾ ബാംഗ്ലൂർ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പോൾ ആവണിക്ക് സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും സെറ്റൊക്കെ വേണം, ഫോട്ടോസൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ വാട്സപ്പിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ മെസ്സേജുകൾ ഇട്ടാൽ എൻ്റെ നമ്പർ എന്തായാലും ഇതിനകത്ത് കൊടുത്തേക്കാം. തീർച്ചയായും സെറ്റ് 11.5 പവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നഗാസിൻ്റെ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാവരും ഇട്ടുള്ളൂ അല്ലേ? ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടിപൊളി സെറ്റായെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ഒരു സെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഞാൻ ഉണ്ടാവില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും കേസ് മാനേജറിൻ്റെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കണം. സെറ്റിലൊക്കെ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. ഓരോ ടൈമിൽ വരുന്ന കളക്ഷൻസാണ്. ഇപ്പോൾ ഇത് തന്നെ നാളെ വേണമെന്ന് പറഞ്ഞാൽ ഇതായിരിക്കില്ല കിട്ടുന്നത്, വേറെ കളക്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ അപ്പോൾ ഓരോന്ന് എൻ്റെ ഇഷ്ടപ്രകാരം ഇതിപ്പോൾ ആവണി പറഞ്ഞിട്ട് അതുപോലെ സെറ്റ് ചെയ്താണ്. 11.5 പവനിലെന്നേ പറഞ്ഞോളൂ. ആവണി ഒറ്റ കണ്ടീഷനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ലാസ്റ്റ് ലെയർ വേണം, നല്ല ലെയർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലെയർ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ലെയറാണ് എടുത്തത്. നമ്മളെ സ്റ്റോക്കിലിരുന്ന ലെയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ കളക്ഷൻസ് പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആവണി തന്നെ പറയണം. ആവണിയുടെ അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. ആവണിയുടെ അമ്മയാണ് ആദ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ ബാംഗ്ലൂർ വരുമ്പോൾ അറിയിക്കണമെന്നും അഡ്വാൻസ് ചെയ്യണമെന്നും കളക്ഷൻസ് എടുക്കണമെന്നും പറഞ്ഞത് ആവണിയുടെ അമ്മ തന്നെയാണ്. അപ്പം ചേച്ചി ഇത് കണ്ടോളൂ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ബൈ.